ദീസ് കോൾഡ് സ്റ്റോർ ബ്രാൻഡിൽ നിന്ന്. ഇത് പറയാൻ തന്നെ എന്തൊരു പാടല്ലേ, പക്ഷെ കളക്ഷൻ കാണുമ്പോൾ എന്തായാലും എടുത്തു പോകും, അതാണ് പ്രശ്നം. അപ്പോൾ ടീഷർട്ടിൻ്റെ അടുത്തൊരു കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ഒരു വെറൈറ്റി കളറിലെ നോർമൽ വിട്ടിട്ട് നമുക്ക് ഈ ബ്രൗൺ ഓഫ് വൈറ്റ് റെഡ് ഗ്രീൻ ഒക്കെ വിട്ടിട്ടുള്ളൊരു ഡിഫറെൻറ്റ് കളർ ഷെയ്ഡാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. ഇതും ലാർജാണ് സൈസ്, ലൂസ് ഫിറ്റാണ് ഇത് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പ്രിൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കാണുന്നത് മൊത്തം ഈ റബ്ബർ പ്രിൻ്റാണ് കേട്ടോ, എംബോസ് ടൈപ്പ് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈപ്പ്. ഇത് പ്രിൻ്റാണ്, ഇത് എംബോസ് പ്രിൻ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡ് കണ്ട, ഈ സൈഡ് ഈ കാണുന്ന തുണി നെറ്റാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു ട്രാൻസ്പെറൻറ്റ് ഉണ്ട്, അത്ര വലിയ ട്രാൻസ്പെറൻറ്റ് ഒന്നുമല്ല. നമ്മൾ ഈ ജീൻസ് ഇടുമ്പോൾ അതൊക്കെ കവർ ചെയ്ത് അങ്ങനെ പൊക്കോളുന്നേ. അപ്പോൾ ഇതാണ് ലുക്ക് വരുന്നത്, ബാക്ക് സൈഡിലത്തെ ലുക്ക് ഇതാണ്. അപ്പോൾ ലാർജാണ് സൈസ്. അപ്പോൾ എൻ്റെ ലൂസ് ഫിറ്റ് ഇതാണ്. ഇപ്പോൾ നിങ്ങൾ എക്സൽ ആണ് പ്രിഫർ ചെയ്യണത്, അല്ലെങ്കിൽ ലാർജാണ്, അല്ലെങ്കിൽ സ്മോൾ സൈസാണ്, എല്ലാ സൈസസ് അവൈലബിൾ ആണ്. അവനവൻ്റെ സൈസ് എടുത്താൽ മതി. ഒരു സൈസ് കൂടുതൽ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അപ്പാപ്പന്മാരുടെ പോലെയാവും. അപ്പോൾ ഈ ഒരു സൈസ് അടിപൊളിയാണ്. അത് കുറച്ചുകൂടി സ്റ്റൈലാവാൻ വേണ്ടി ഒരു സൈഡ് ഇങ്ങനെയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ ഒരു ഗെറ്റപ്പിൽ അങ്ങോട്ട് നടക്കുക, അത്രയേ ഉള്ളൂ. കംഫർട്ടാണ്, കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് കേട്ടോ. ഇതും ആ ഒരു സെയിം ബ്രാൻഡിൽ നിന്നാണ് കേട്ടോ. ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് ബ്രാൻഡ് കൂടിയാണ്. പക്ഷേ നമ്മൾ ഈ റേറ്റ് ചിലപ്പോൾ കൂടുതലും കുറവായിട്ട് നിൽക്കുമ്പോഴേ, അപ്പോൾ റേറ്റ് കൂടുതലുള്ള സമയത്താവും ഞാൻ നോക്കുക, അപ്പോൾ പേടിയാണ് അവിടെ വിട്ടുപോകും. റേറ്റ് കുറവുള്ള സമയം നോക്കി അങ്ങനെ പിക്ക് ചെയ്തൊരു സംഭവമാണ്. ഇവരുടെ സ്റ്റോറിൽ പോയ അടിപൊളി സംഭവം. പക്ഷേ ആമസോണിൽ റേറ്റ് കുറവുണ്ട്. ഇനി ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി മേടിച്ചതാണ്. നല്ല അടിപൊളി ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു ഫ്രോക്കാണ്, സ്ലീവ്ലെസ് ആണ് ഇത് വരുന്നത്. മെറ്റീരിയൽ വൈസ് ഒരു എന്താ പറയുക, നല്ല ടൈപ്പ് കോട്ടൺ ഇല്ല, നല്ല ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഇത് ബനിയൻ്റെ ഒരു വേറെ കോട്ടണിൽ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് വരുന്നുണ്ട്. അതിൽ തന്നെ നല്ല ടൈപ്പ് കോട്ടൺ, ലൈറ്റ് വെയിറ്റ് കോട്ടൺ ആണ് ഇത് വരുന്നത്. അന്ന് ആ പക്ക ഒരു നമ്മുടെ കുർത്തീസിലൊക്കെ കിട്ടുന്ന ടൈപ്പ് കോട്ടൺ അല്ല, വെസ്റ്റേൺ വെയറിൽ കിട്ടുന്ന ഒരു കോട്ടൺ. ഇനി ഇതിൻ്റെ സ്റ്റൈലാണ് മെയിനായിട്ട് പറയാനുള്ളത്. കോളറിനൊക്കെയാണ് ഇത് വരുന്നത്. പിന്നെ ഈ കാണുന്നത് സിബ് ഫങ്ഷനബിൾ ആണ്. ഓവറോൾ മൊത്തം ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും, അടി വരെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അടിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രില്ലിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫിറ്റ് വൈസ് മോൾക്ക് ഇപ്പോൾ ഒരു 11 വയസ്സിന് ഇത് കുറച്ച് ലൂസാണ്. ആക്ച്വലി ഇത് സൈസ് ഞാൻ മേടിച്ചത് എക്സ്ട്രാ സ്മോൾ, ഏറ്റവും ചെറിയ സൈസ് നോക്കിയിട്ടാണ് ഞാൻ പിക്ക് ചെയ്തത്. പക്ഷേ ഇതും അവൾക്ക് ലൂസാണ്. അപ്പോൾ ഇത് ഒരു ടീനേജ് പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷനാണ്. ഇത് കുറച്ച് ചെറുതായി പോയി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൈസിന് മേടിച്ചിട്ട് ഞാൻ ഇട്ട് കാണിച്ച് തന്നേനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും മേടിക്കും ഞാൻ. എൻ്റെ ഒക്കെ വണ്ണമൊക്കെ ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഇത് ഒരു പ്രിൻസസ് കട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു സൈഡിലിങ്ങനെ. അതാ ഒരു കറക്റ്റ് ഒരു കുറച്ച് ടീനേജ് പിള്ളേർക്കാണെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റ് എടുക്കാം കേട്ടോ. ഇത് ഹൈലി റെക്കമെൻഡ് ആണ്. ഒരു തരത്തിൽ ഇത് മിസ് ചെയ്യേണ്ട കേട്ടോ. എവിടെ റേറ്റ് കുറവ് കണ്ട അപ്പം പിക്ക് ചെയ്തോ, നോ ഡൗട്ട്. ഇത് സൂപ്പർ ഒരു കളക്ഷനാണ്. ജെൻറിക് ബ്രാൻഡിൻ്റെ ഒരു വെസ്റ്റേൺ ഡെനിമിൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് നീ വരയ്ക്കുള്ളൂ, പക്ഷെ നല്ല അടിപൊളി പീസാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ചുറ്റുള്ളവർ എല്ലാവരും ഒന്നും നോക്കി പോകും. അതേപോലത്തെ ഒരു ഡ്രസ്സാണ്. ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെനിമാണ്, എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ എന്ന് പറയുമ്പോൾ 2 സൈഡ് പോക്കറ്റ്, പിന്നെ ഈ കാണുന്ന ബട്ടൺസ് ഒക്കെ ഫുൾ ഫങ്ഷനബിൾ ആണ്, ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ബട്ടൺ വരുന്നത് നമുക്ക് ഇവിടം വരയ്ക്ക് വരുന്നത്. അപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഷോർട്ട്സ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് ലെങ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ ഫുൾ സ്ലീവാണ്. സ്ലീവ് നമുക്കിങ്ങനെ മടക്കി ചുറ്റി എത്ര മുട്ടെന്ന് പറയണേ, ഈ ഇതിന് മുകളിലേക്ക് അത് ഷോർട്ടാക്കുക ലോങ് ആക്കുക എങ്ങനെ വേണമെങ്കിൽ അതൊക്കെ ഡിപ്പെൻസ് ആണ്. പിന്നെ അത് ഇങ്ങനെ ഒരു ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് പട്ടൺ സ്റ്റൈലിൽ നമുക്കൊരു ബട്ടൺ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഒരെണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ജെൻറിക് ബ്രാൻഡിൻ്റെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് എക്സൽ ആണ്. നോർമലി ഞാൻ ലാർജാണ് കുർത്തിയിൽ പ്രിഫർ ചെയ്യാറ്. പക്ഷേ ഇത് വെസ്റ്റേൺ കുറച്ചുകൂടി ഇങ്ങനെ ലൂസായിട്ട് കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. വൃത്തികേടൊന്നും വല്ലാണ്ട് പുറത്തേക്കൊന്നും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൈസ് അപ്പ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സൽ സൈസാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഈ ഒരു നമുക്ക് കെട്ടാനുള്ള ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രോ സ്ട്രിങ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയും. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഇങ്ങനെ ഒരു എലാസ്റ്റിക് ടൈപ്പ്, എലാസ്റ്റിക് അല്ല, ഈ ഒരു വള്ളി കെട്ടാനുള്ള ഒരു സംഭവം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടാൽ അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുക. ഇതാണ് നമ്മുടെ വെസ്റ്റേൺ വെയർ ജെൻറിക് ബ്രാൻഡിൻ്റെ എക്സൽ സൈസ് കേട്ടോ. ടോട്ടലി കംഫർട്ട്. പിന്നെ ഇതിന് കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്ന ഒരു ബൂട്ട് എന്ന് പറയുന്നത്, ഈ ഒരു ബൂട്ടും ആമസോണിൽ നിന്ന് മേടിച്ചത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അടിപൊളിയൊരു പീസാണ് കേട്ടോ. ആരും ഒന്നും നോക്കി പോകുന്ന ഒരു ഡ്രസ്സ്.
ഇൻഡോയിറ ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ കളക്ഷൻ ഉണ്ട്. ഇൻഡോയിറ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അവരുടെ ക്വാളിറ്റി നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സോളിഡ് ഷെയ്ഡാണ്, വേറെ ഇതിന് കളർ ചേഞ്ച് ഒന്നുമില്ല. ഇതൊരു നല്ല മറൂൺ ഷെയ്ഡ്. ഇവരുടെ നമുക്ക് 2 പീസിലൊക്കെ കിട്ടാറില്ല. ഇപ്പോൾ എന്ത് മെറ്റീരിയലാണ് പറയുക, ഇപ്പോൾ എന്തായാലും കോട്ടൺ മെറ്റീരിയൽ, കോട്ടനും സിൽക്കും കൂടി മിക്സ് ആയിട്ട്, പക്ഷെ നല്ല ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ ഇത് വരുന്നത്. പിന്നെ ഈ കാണുന്ന ഈ ഒരു ലുക്ക് ഇങ്ങനെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ മെയിൻ ഒരു ചെറിയ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇവിടെ ഒരു നെക്കിൻ്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ചുകൂടി അടുത്തേക്ക് വന്നാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലീറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ലോക്കറ്റ് പോലത്തെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇതിലൊരു വർക്ക് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർ. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡൊക്കെ നോക്കുമ്പോൾ പ്ലെയിൻ ആണ്. പിന്നെ ഒരു പാൻറ്റ് ഇതിൽ കൂടെ 2 പീസ് ആണല്ലോ, പാൻറ്റാണ്. പാൻറ്റിൻ്റെ സൈഡിൽ പോക്കറ്റ് ഇല്ല കേട്ടോ. പാൻറ്റിൻ്റെ സൈഡിൽ പോക്കറ്റിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് ടോപ്പിൽ തന്നെ നമുക്ക് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈസ് ലാർജ്, അതുപോലെ ഞാൻ മേടിച്ചത് 800 സംതിങ് എന്ന് വെച്ചാൽ ഒരു 900 പിടിച്ചോട്ടോ. ആ ഒരു സെയിലില്ലാത്ത സമയം നോക്കിയിട്ടാണ് മേടിച്ചത്. അപ്പോൾ സെയിലുള്ള സമയമാകുമ്പോൾ പിന്നെയും റേറ്റ് കൂടാനായിട്ട് ചാൻസ് കൂടുതലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും കേട്ടോ. സൈസസും അവൈലബിൾ ആണ്. പക്കാ പ്യുർ കോട്ടൺ. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് കോട്ടൺ ഇടാണ്ട് പറ്റില്ല. അപ്പോൾ കോട്ടൺ എല്ലാവരും 365 ഡേയ്സ് ഉപയോഗിക്കുന്നവരും ഉണ്ട്, അതുപോലെ കാലാവസ്ഥ അനുസരിച്ച് മാറുന്നവരും ഉണ്ട്. അപ്പം പ്യുർ പക്ക കോട്ടൻ്റെ 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഇൻഡോയിറ ബ്രാൻഡിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മുന്നും ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഞാൻ ഇതിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അങ്ങനെ മേടിച്ചിട്ടുള്ള ഒരു കളക്ഷനാണ്. അപ്പോൾ ഇതൊരു ടീൽ വിത്ത് വൈറ്റ് പോൾക്ക ഡോട്ട്സ്, വലിയ വലിയ ഡോട്ട്സ് ഒക്കെ ആയിട്ട്. ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എ ലൈൻ കുർത്തിയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ യോക്ക് പോർഷനിൽ നമുക്ക് ചെറുതായിട്ടൊരു വി പോലെ കട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലീറ്റ് ആണ് കേട്ടോ ആക്ച്വലി, കുറച്ചുകൂടി ഫ്ലയർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്ക് വി നെക്കാണ് വരുന്നത്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവും കുറച്ച് ചെറുതായിട്ട് അടിയിൽ നിന്നാണ് ഫ്ലീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണല്ലോ കോട്ടൺ. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിഗ്സാക് മോഡലായിട്ടുള്ള ഒരു പാൻറ്റാണ് വരുന്നത്. സെയിം കളറിൽ തന്നെയാണ് വരുന്നത്, ഒരു മാറ്റമില്ല. എന്തായാലും ഇതിൽ ഇഷ്ടം പോലെ കളേഴ്സ് അവൈലബിൾ ആണ്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, ടീൽ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇതിൻ്റെ എല്ലാത്തിനും വൈറ്റ് ഡോട്ട്സ്, ഈ പോൾക്ക ഡോട്ട്സ് വരുന്നതൊക്കെ ഈ വൈറ്റ് ആയിരിക്കും. അതിൽ ഈ ടീൽ കളർ അത് ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു 6 to 7 കളേഴ്സ് ഉണ്ട്. എന്തായാലും ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് ഇൻഡോയിറ ബ്രാൻഡിൻ്റെ.